ഒരു ഉണക്കക്കൊഞ്ച് തീയൽ വെക്കാം. ഉണക്കക്കൊഞ്ച് മൂത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളെല്ലാം അരിയാം. കൊഞ്ച് വറുത്തെടുത്ത് പെട്ടെന്ന് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ജോലി തീരും. ചട്ടി വെച്ച് അതൊന്ന് ചൂടാകട്ടിനി എടുത്തത് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് തിളച്ചിട്ടുണ്ട്. കടുക് ഇടുക. കടുക് പൊട്ടി അടുത്തതിന് കറിവേപ്പില ഇടുക. ഉള്ളി ഇടുക. പയർ അരിഞ്ഞത്, മുരിങ്ങയ്ക്ക, പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ച് വെക്കുക. ഉണക്കക്കൊഞ്ച് വറുത്ത് അത് നല്ലതുപോലെ കഴുകി ഇതാ. ഇനി അടുത്തതാണ്ട് ഉപ്പിടുക. മഞ്ഞപ്പൊടി ആവശ്യത്തിന്. ഇത് ഇളക്കി കൊടുത്ത് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി ഈ ഉണക്കക്കൊഞ്ച് വേകണം നല്ലതുപോലെ. ഞങ്ങൾ ഇച്ചിരി തേങ്ങ വറുത്ത് വെച്ചിരുന്നതാണ്. അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി ഒഴിക്കുക. ഇപ്പം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ കൂടെ ഒരു ശകലം കായപ്പൊടി ചേർക്കുക. ഈ കായപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെ അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കും. കായപ്പൊടി ചേർക്കുക. അടച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. മോളെ എന്തോ വന്നേ തീയലും കൂട്ടി ചോറുണ്ട് മോളെ. തീയല് ടേസ്റ്റ് അല്ലേ അമ്മ? തീയല് റെഡി ആയിട്ടുണ്ട്. എന്തേ കുറച്ച് നന്നേ ചോറുമായിട്ട് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഈ ചീനി ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായില്ല. നോക്കട്ടെ. നമ്മുടെ ഉണക്കക്കൊഞ്ചും കപ്പയും ചോറും. അയ്യോ പൊളി ടേസ്റ്റ്. ഈ ഒരു കറി മതി ചോറുണ്ണാനാ. ഇതുണ്ടോ? അങ്ങനെ അടിപൊളിയായിട്ടാ വെച്ചത്. ഇത് കഴിച്ചാൽ ഒരു ശകലവും ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഫോളോ ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.